ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവായ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 57 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവർ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദാവീദ് ശൗലിന്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ അബ്ദുല്ല ഗുഹ അഭയം പ്രാപിച്ചു. ഹല്ലേലൂയ. ചാവുകടലിന് സമീപമുള്ള മലയിലെ ഗുഹയിലാണ് ദാവീദ് ഒളിച്ചോടിപ്പോയി താമസിച്ചത്. ബെത്ലഹേമ്യനായ ദാവീദിന് ഈ ഗുഹ നല്ല പരിചയമുള്ളതാണ്. ഹല്ലേലൂയ. ഈ ഗുഹയിൽ 1000-ലധികം ആളുകൾക്ക് താമസിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല അതിനകത്ത് ധാരാളം സൗകര്യങ്ങളുണ്ട്. മുറികളും ഇടനാഴികളും ധാരാളമുണ്ട്. ഹല്ലേലൂയ. ഭൂമിക്കടിയിലുള്ള ഇത്തരം ഗുഹകൾ, ടണലുകൾ പല രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി സംഭാവനകൾ കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. ഈ പണമെല്ലാം സ്വരൂപിച്ച് പാലസ്തീനിലേക്ക് അയക്കും. അവിടെ അഭയാർത്ഥികൾക്കല്ല അവർ കൊടുത്തിരുന്നതെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഗാസയിൽ ഭൂമിക്കടിയിൽ പണിത് വച്ചിരിക്കുന്ന ഗുഹകൾ, ടണലുകൾ, ആ പണം ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ല അവർ വിനിയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ നാടിനെ നശിപ്പിക്കുവാനാണ് അവർ ഈ ടണലുകളെല്ലാം, ഈ ഗുഹകളെല്ലാം പണിത് വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹല്ലേലൂയ, ഹമാസ് ഭീകര പോരാളികൾ ഇസ്രായേലിനകത്ത് കയറി നരനായാട്ട് നടത്തി. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ഗാസയിൽ ഹല്ലേലൂയ ഇസ്രായേൽ സൈന്യം ഹല്ലേലൂയ യുദ്ധം നടത്തി. ആ യുദ്ധം നടത്തിയതിൻ്റെ ഇടയ്ക്കാണ് ഈ ടണലുകൾ, ഗുഹകൾ ഹല്ലേലൂയ മൊത്തം ഗാസയ്ക്കകത്ത് ഹല്ലേലൂയ തകർക്കുവാൻ ഇടയായത്. ഇതെല്ലാം പല രാജ്യങ്ങളിൽ നിന്നും സ്വരൂപിച്ച പണം അഭയാർത്ഥികൾക്ക് കൊടുക്കുവാനെന്ന വേചന അതൊന്നും അവർക്ക് കൊടുത്തില്ല. മാത്രമല്ല ഇസ്രായേൽ എന്ന ഹല്ലേലൂയ രാജ്യത്തെ നശിപ്പിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഇസ്രായേൽ സൈന്യം തച്ചുടച്ച് മൊത്തം തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ. ഇനി കുറച്ച് ഗുഹകൾ, ടണലുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിച്ച ഭീകര ഇസ്ലാമിസ്റ്റുകൾ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. വായിച്ചു കേട്ട ദൈവവചനം, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം ദൂതന്മാരെ അയച്ച് സംരക്ഷിക്കും. കടിച്ചു കീറുന്ന സിംഹത്തെ പോലെയുള്ള സാത്താന്യ കള്ളപ്രവാചകന്റെ ഇടയിൽ നമ്മൾ അകപ്പെട്ടാലും ദൈവം സംരക്ഷിക്കും. ദുഷ്ടന്റെ നാവുകൾ വാളുകളേക്കാൾ
മൂർച്ചയേറിയതാണ്. സാത്താന്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ ഓരോ ചലനത്തെയും സാത്താൻ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട്. പിശാച് പിടിച്ച ഉപദേശകൻ വല വിരിക്കുന്നതും കുഴി കുഴിക്കുന്നതും ദൈവജനത്തെ കുഴിയിൽ ചാടിച്ച് വഴി തെറ്റിക്കലുമാണ് പ്രധാന പണി. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ അതിൻ്റെ 57 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യത്തിൽ അവർ എന്നെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ മുന്നിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. ഹല്ലേലൂയ. ഇപ്പോൾ ദുഷ്ടൻ നിങ്ങൾക്ക് എതിരെയും എനിക്കെതിരെയും കുഴിച്ചുകൊണ്ടിരിക്കുന്ന കുഴിയിൽ ദുഷ്ടൻ തന്നെ വീണുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് തന്നെ അവർ നാശത്തിന്റെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്റെ തന്ത്രങ്ങളെ നമ്മൾ തകർക്കണം. എതിർ പ്രാർത്ഥനക്കാരന്റെ ടണലുകളെ, ഗുഹകളെ തകർക്കണം. ധ്യാന കേന്ദ്രങ്ങളെ തകർക്കണം. അതിനകത്ത് ഇരുന്നും കൊണ്ടാണ് ഹല്ലേലൂയ സകല ദുഷ്ടതയും ഹല്ലേലൂയ ഈ ജനത്തിന് എതിരെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സർവായുധ വർഗം ധരിക്കണം. മനുഷ്യ പിശാച് അവസാനം തകർക്കാൻ ശ്രമിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എഫേസ്യർ ലേഖനം 6 അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളിൽ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം തലയ്ക്കാണ്. രക്ഷ എന്ന ശിരസ്ത്രവും നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം തലയ്ക്കാണ്. യെശയ്യാ പ്രവാചകൻ 59 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ രക്ഷ എന്ന തലക്കോരിക ഇട്ടു. സങ്കീർത്തനങ്ങൾ 140 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ നീ എൻ്റെ തലയിൽ ശിരസ്ത്രം ഇടുന്നു. കർത്താവിനെ ധരിച്ചവർക്ക് മുഴു സംരക്ഷണം ഉള്ളതിനാൽ നിങ്ങളുടെ തലയെയും എൻ്റെ തലയെയും തകർക്കുവാൻ സാത്താനായ പിശാചേ നിനക്ക് കഴിയത്തില്ല. ഇപ്പോൾ ദുഷ്ടൻ കാലുകളെല്ലാം വിട്ട് ഹല്ലേലൂയ തലയ്ക്കായി. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം അതിന്റെ 15 വാക്യത്തിൽ അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ദൈവം പാമ്പെന്ന സാത്താനെ ശപിക്കുന്നു. സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ് സാത്താന്റെ ശക്തിയെ എതിർ പ്രാർത്ഥനക്കാരന്റെ തലയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. തലയെ തകർക്കാൻ സാത്താനായ നിനക്ക് കഴിയത്തില്ല. നീ കുഴിക്കുന്ന കുഴിയിൽ നീ തന്നെ വീഴും. ഈ ശാപം ഒരിക്കലും ദുഷ്ടനായ നിന്നെ വിട്ട് മാറത്തില്ല. ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.